എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ആഴ്ചയിലെ ഹീറോ വേഴ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. യെസ്, നമുക്ക് ഈ ആഴ്ച കുറേയധികം വെറൈറ്റി ന്യൂസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ശക്തിമാന്റെ കുറേയധികം കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. മറ്റടുത്ത് നോക്കിയിട്ട് കെവിൻ ഫിജി D23 പോയി കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെയൊക്കെ ഒരു റൗണ്ട് അപ്പ് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോണേ. സോ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി വെക്സ് എന്റർടൈൻമെന്റിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഹരികൃഷ്ണൻ. അപ്പോൾ നമുക്ക് തുടങ്ങിക്കാം. സോ ആദ്യം തന്നെ നമുക്ക് നേരെ നമ്മുടെ ശക്തിമാന്റെ ആ ഒരു കോൺട്രവേഴ്സിയിലേക്ക് നമുക്ക് നോക്കാം. കാരണം ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം അത് തന്നെയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ സോണി പിക്ചേഴ്സിന്റെ ഭാഗത്ത് നമുക്ക് അതിൻ്റെ ഒരു മൂവി അനൗൺസ്മെന്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ശക്തിമാനെ ചെയ്യാൻ പോകുന്ന രൺവീർ സിംഗ് ആയിരിക്കും. അതുകൂടാതെ തന്നെ നമ്മുടെ സ്വന്തം ബേസിൽ ജോസഫ് ആയിരിക്കും ആ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. മുകേഷ് ഖന്നയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കേട്ടിട്ടുള്ളത് തന്നെയായിരുന്നു. പക്ഷെ അതിനുശേഷം ആ ഒരു സിനിമയെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല. സോണി ഇപ്പോഴും ആ ഒരു സിനിമ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളൊരു കാര്യമൊക്കെ ക്വസ്റ്റ്യനബിൾ ആയിട്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ അടുത്തിടയിൽ മുകേഷ് ഖന്ന തന്നെ വന്നിട്ട് പറയുന്നു, യെസ് ഞാൻ ശക്തിമാനായിട്ട് തിരിച്ചു വരുക തന്നെയാണ്. ഒരു രീതിയിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ യെസ്, പുള്ളിക്കാരൻ ആ ഒരു 90കളിലും അതുകൂടാതെ തന്നെ ഏർലി 2000സിലും ഏതൊരു കുട്ടികൾ അതായത് ഒരു 90s കിഡ്സിൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഇമ്പാക്റ്റ് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ ഒരു സൂപ്പർ ഹീറോ തന്നെയാണ്. പക്ഷേ വീണ്ടും പുള്ളിക്കാരൻ തന്നെ ആ ഒരു ക്യാരക്ടറിനെ ചെയ്യും. ഇപ്പോൾ 10-60 വയസ്സിൽ കൂടുതലുണ്ട് പുള്ളിക്ക്. ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ നല്ലതായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കൂടുതൽ നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ കോൺട്രവേഴ്സി, എന്തിനാണ് മുകേഷ് ഖന്ന വീണ്ടും ശക്തിമാൻ്റെ ക്യാരക്ടറിന് ചെയ്യുന്നത്? പുള്ളിക്കാരൻ ഉണ്ടാക്കി വെച്ച ആ ഒരു ലെഗസി പുള്ളിക്കാരൻ തന്നെ തകർക്കുവാണ് എന്നുള്ള പല കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ കോൺട്രവേഴ്സി ആയിട്ട് കേൾക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അത് കൂടാതെ തന്നെ പുള്ളിക്കാരൻ വേറെ കുറേയധികം കാര്യങ്ങൾ പ്രഖ്യാപനങ്ങളെല്ലാം പുള്ളിക്കാരൻ നടത്തിയിട്ടുണ്ട്. അതായത് രൺവീർ സിംഗ് പുള്ളിക്കാരൻ്റെ ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു എന്നെ ശക്തിമാനാക്കണമെന്ന്. സോ മുകേഷ് ഖന്ന പറഞ്ഞു അങ്ങനെ വന്നെ വഴിയെ പോണ ആൾക്കാരെയൊന്നും ഞാൻ പിടിച്ച് ശക്തിമാനൊന്നും ആക്കൂല. എങ്ങനെയായിരുന്നു ശക്തിമാൻ്റെ ആ ഒരു ഗംഗാധറിൻ്റെ ക്യാരക്ടർ അതേപോലത്തെ ഒരു ആക്ടറിനെ എനിക്ക് കിട്ടണം, എന്നാൽ മാത്രമേ ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു ആക്ടറിനെ ശക്തിമാനാക്കുകയുള്ളൂ. സോ രൺവീർ സിംഗ് ആകില്ല. സോണിയുടെ സിനിമയെക്കുറിച്ചിട്ട് എന്താണ് പ്രത്യേകിച്ചുള്ള അപ്ഡേറ്റ് അതും നമുക്ക് ലഭിച്ചിട്ടില്ല. സോ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം, മുകേഷ് ഖന്ന തിരിച്ചു വരുവാണ് ശക്തിമാനായിട്ട്. അതൊരു സീരീസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല ഇതിൻ്റെ പുതിയ അപ്ഡേറ്റിനകത്ത് എന്താ പോകുന്നത് എന്നുള്ളൊരു കാര്യം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മുകേഷ് ഖന്ന തിരിച്ച് ആ ഒരു ശക്തിമാൻ്റെ ക്യാരക്ടറിനെ ചെയ്ത് നമ്മുടെ നസ്റ്റാൾജിയൊക്കെ പുള്ളിക്കാരനെ തിരിച്ചിനി കൊണ്ടുവരാൻ സാധിക്കുമോ? എന്നോട് ചോദിക്കുകയാണെങ്കിൽ ബാറ്റ്മാൻ ബിയോണ്ടിനകത്ത് ബാറ്റ്മാൻ ചെയ്ത പോലെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു മെൻറ്റർ ഫിഗറായിട്ട് നിർത്തിയിട്ട് ആ ഒരു ലെഗസി അവിടെ തന്നെ നിൽക്കും. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പുതിയൊരു ഫേസ് ആവശ്യമാണ് ശക്തിമാന്. അല്ലാതെ മുകേഷ് ഖന്നയ്ക്ക് വീണ്ടും അത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ഇതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാനായിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? രൺവീർ സിംഗ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. കാരണം ആ ഒരു സിനിമ അനൗൺസ് ചെയ്തപ്പോൾ നമ്മൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം അത് തന്നെയാണ്. സോ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. സോണി പിക്ചേഴ്സിന്റെ കാര്യം പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ട, സോണി വേഴ്സിന്റെ അതായത് സ്പൈഡർ വേഴ്സിനകത്ത് നമുക്ക് വേറെ പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ക്രേവൻ ദ ഹണ്ടറിന്റെ ഒഫീഷ്യൽ റൺ ടൈം ആണ്. 1 മണിക്കൂർ 29 മിനിറ്റ് ആയിരിക്കും മൊത്തം സിനിമയുടെ റൺ ടൈം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കുന്നത്. സോ 1 മണിക്കൂർ 20 മിനിറ്റ് ആയിരിക്കും സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് അത് കൂടാതെ തന്നെ ടെസ്റ്റ് സ്ക്രീനിങ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ക്രേവൻ ദ ഹണ്ടറിന്റെ. അത് കണ്ടു കഴിഞ്ഞിട്ട് പല ആൾക്കാരും പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വെനം 3യേക്കാളും കിടിലനായിട്ടുള്ളൊരു സിനിമയാണ് ക്രേവൻ ദ ഹണ്ടർ എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അത് കൂടാതെ ഈ ഒരു സ്പൈഡർ വേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈനലി സോണി സ്പൈഡർ വേഴ്സ് നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളോടും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ പുതിയൊരു സിനിമ പ്ലാൻ ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏജന്റ് വെനത്തിൻ്റെ സിനിമ ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്യുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ അവരുടെ ഒരു ചാർട്ട് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ഈ അടുത്തിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന റെഡ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്വെയ്ൻ ജോൺസന്റെയും അതുകൂടാതെ തന്നെ ക്രിസ് ഇവാൻസിന്റെയും സിനിമ ബോക്സ് ഓഫീസിൽ അത്ര നല്ല രീതിയിലൊന്നും അല്ല പെർഫോം ചെയ്യുന്നതെന്നാണ് നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് അതിനെ കടത്തി വെട്ടിക്കൊണ്ട് റിഡ്ലി സ്കോട്ടിന്റെ ഗ്ലാഡിയേറ്റർ 2 ഓവർസീസിലേക്ക് നല്ല ബോക്സ് ഓഫീസ് റെക്കോർഡ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഇത് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ ആസ് പെർ ഒരു ബഡ്ജറ്റ് വെച്ച് നമ്മൾ റെഡ് വണ്ണിന് നോക്കുവാണെങ്കിൽ ആ ഒരു ബഡ്ജറ്റിനനുസരിച്ച് സിനിമയ്ക്ക് എത്താൻ കഴിഞ്ഞില്ലെന്നാണ് നമുക്ക് ഇപ്പോൾ ക്രിറ്റിക്സിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുള്ള റിയാക്ഷൻസിൽ കൂടി നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുള്ളത്. ജുറാസിക് പാർക്ക് റീബർത്തിനെ കുറിച്ച് നമുക്ക് വലിയൊരു അപ്ഡേറ്റ് അതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഗാരത്ത് എഡ്വേർഡ്സിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സിനിമ റിലീസ് ചെയ്യാൻ അവർ ഉദ്ദേശിച്ചിട്ടുള്ള
ജൂലൈ 2, 2025 തന്നെയാണ്. ആൻഡ് നമുക്കിപ്പോൾ ഏകദേശം ലഭിച്ചിട്ടുള്ള സിനോപ്സിസ് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്ന ജുറാസിക് വേൾഡ് ഫ്രാഞ്ചൈസിയുടെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരിക്കും നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ കഴിയുന്നതെന്നാണ് ഇതിൻ്റെ ഡയറക്ടർ നമ്മളോട് പറയുന്നത് തന്നെ. അതായത് എന്ന് പറഞ്ഞാൽ ഇതൊരു പാർക്കിൻ്റെ കൺസെപ്റ്റിലല്ല അവർ ഉദ്ദേശിക്കുന്നത്. പാർക്കിനേക്കാളും കുറച്ചും കൂടി വലുതായിട്ട് ഈ ഒരു ഡൈനോസേഴ്സ് എല്ലാം നമ്മൾ അതിനകത്ത് ഡൊമിനിയനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മൊത്തത്തോടെ നമ്മുടെ എർത്തിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ വെറുതെ തെക്കുവിടെ കൂടി കിടക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കൺസെപ്റ്റ്, പക്ഷെ എന്നിരുന്നാൽ തന്നെ ആ ഒരു നൊസ്റ്റാൾജിയ നിലനിർത്തിക്കൊണ്ട് അത് അവർ ചെയ്യാനാണ്, അത് എക്സ്പാൻഡ് ചെയ്യാനാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് അവർ ഉദ്ദേശിക്കണമെന്നാണ് നമുക്ക് എന്താണെങ്കിലും ഇതിൻ്റെ ഡയറക്ടറിൻ്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അതുകൂടാതെ തന്നെ പുള്ളിക്കാൻ ഒരു കോട്ടും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെവിലി മോഡിഫൈഡ് ആയിട്ടുള്ള ഡൈനോസേഴ്സിനെ നമുക്ക് കാണാൻ കഴിയുമെന്ന്. നമുക്കറിയാം ജുറാസിക് പാർക്ക് ഒറിജിനൽ സിനിമയ്ക്കകത്ത് എങ്ങനെയാണ് അവർ ഈ ഒരു ഡൈനോസറിൻ്റെ ആ ഒരു ജീൻ മോഡിഫൈ ചെയ്തെടുത്തത് എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഒഫീഷ്യൽ പിക്ചർ, സ്കാർലറ്റ് ജോഹാൻസൻ്റെ ഒരു ഒഫീഷ്യൽ പിക്ചറും കൂടി അവർ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ആ ഒരു പിക്ചർ. ആൻഡ് പുള്ളിക്കാരിയുടെ ആ ഒരു ക്യാരക്ടറിലേക്ക് നോക്കുവാണെങ്കിൽ ഡൈനോസറിനെ ഹണ്ട് ചെയ്യുന്ന ഒരു ഹണ്ടർ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് സ്കാർലറ്റ് ജോഹാൻസൺ പ്ലേ ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു ഡൈനോസറിൻ്റെ DNA കണ്ട് എടുക്കാൻ വേണ്ടി തന്നെ. സോ നിങ്ങൾ ആക്ച്വലി ജുറാസിക് പാർക്കിൻ്റെ റീബർത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സൈറ്റഡ് ആണോ? നിങ്ങളുടെ ഫേവറേറ്റ് ഈ ഒരു സിനിമ, ഈ ഒരു ഫ്രാഞ്ചൈസിക്കകത്തുള്ളതിൽ ഏറ്റവും ഫേവറേറ്റ് ജുറാസിക് പാർക്ക് സിനിമ ഏതാണെന്നുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. പിന്നെ ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് ന്യൂസും കൂടിയുണ്ട്. റീബർത്തിൻ്റെ ട്രെയിലർ മിക്കവാറും നമുക്ക് ഡിസംബറിൽ ലഭിക്കാനാണ് സാധ്യത വളരെ കൂടുതൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. സോ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ടീസർ ട്രെയിലർ ജുറാസിക് പാർക്കിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നുള്ളത് തന്നെ. സോ പെൻഗ്വിൻ സീരീസ് ഈ അടുത്തിടെ അതിൻ്റെ സീസൺ ഫിനാലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്രയും പറയുന്ന ഒരു കിഡിലനായിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ്. നമ്മളത് ആദ്യം നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നമുക്കൊരു കംപ്ലീറ്റ് എപ്പിസോഡ് റിവ്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. സോ ഇത് നമ്മുടെ ഒരു ഷോർട്ട് റിവ്യൂ ആയിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. നല്ലൊരു സീരീസ് തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ബാറ്റ്മാൻ്റെ റോഗ് വില്ലൻസിൻ്റെ ആ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിലും ആ ഒരു സെറ്റിംഗ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സീരീസ് ആയിട്ട് തന്നെ ഞാൻ എന്താണെങ്കിലും പറയുള്ളൂ. ആൻഡ് ആ ഒരു സീരീസ് തീർന്നതിൻ്റെ കൂടെ തന്നെ മാറ്റ് റീവ്സ് മറ്റൊരു അനൗൺസ്മെൻറ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇനിയും ബാറ്റ്മാൻ്റെ ആ ഒരു റോഗ് വില്ലൻ ഗാലറിയിൽ നിന്നുള്ള പല വില്ലന്മാരുടെയും സീരീസുകൾ അവർക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതവർ പ്ലാൻ ചെയ്ത് വെച്ചേക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് മാറ്റ് റീവ്സിൻ്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണേ. അതിനകത്ത് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ബാരി കിയോഗൻ്റെ ജോക്കറിൻ്റെ വേർഷനെ നമ്മൾ ബാറ്റ്മാൻ്റെ ആദ്യത്തെ സിനിമയിൽ ചെറിയ രീതിയിൽ അവർ ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ജോക്കറിൻ്റെ ഒരു സീരീസ്, ഒരു മിനി സീരീസ് നമുക്ക് ലഭിക്കുമെന്നാണ് മാറ്റ് റീവ്സിൻ്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണേ. ആൻഡ് ഈ ഒരു മിനി സീരീസിൽ കൂടി ആ ഒരു ജോക്കറിൻ്റെ ക്യാരക്ടറിനെ നല്ല രീതിയിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം ബാറ്റ്മാൻ്റെ 3ാം പാർട്ട് ഇറങ്ങുമ്പോൾ അതിനകത്തുള്ള മെയിൻ വില്ലൻ ജോക്കർ ആയിരിക്കും എന്നുള്ളൊരു ഇതാണ് നമുക്ക് മാറ്റ് റീവ്സിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ന്യൂസ് മാറ്റ് റീവ്സ് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജെയിംസ് ഗൺ, നമുക്കറിയാം ജെയിംസ് ഗൺ നേരെ പോയി എക്സിൽ പോയി ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഷെഡ്യൂളിനകത്ത് അങ്ങനെയൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല, അതൊന്നും സംഭവിക്കില്ലെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. പക്ഷേ പുള്ളിക്കാരൻ്റെ കൺട്രോൾ ഇപ്പോഴും DC യൂണിവേഴ്സിലേ ഉള്ളൂ. ഇത് DC എൽസ് വേൾഡിൽ വരുന്ന ഒരു സ്റ്റോറി ലൈനാണ്. സോ നമുക്ക് എന്താണെങ്കിൽ മാറ്റ് റീവ്സ് പറയുന്ന ഒരു കാര്യം വിശ്വസിക്കാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ അടുത്തിടയിൽ നെറ്റ്ഫ്ലിക്സിൻ്റെ സ്ട്രേഞ്ചർ തിങ്സ് ഡേ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നെറ്റ്ഫ്ലിക്സ് ഇനി വരാൻ പോകുന്ന സീസണിനകത്ത് 8 എപ്പിസോഡാണെന്നുള്ളൊരു കാര്യം അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓരോ എപ്പിസോഡിൻ്റെയും ടൈറ്റിൽ അവർ റിവീലും ചെയ്തിട്ടുള്ളത് തന്നെയാണ്. സോ നിങ്ങൾ എക്സൈറ്റഡ് ആണോ ഈ ഒരു പുതിയ സീസൺ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ മാർവലിൽ സംഭവിക്കുന്ന വലിയ കുറേ കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. എടുത്ത് പറയേണ്ട ലാസ്റ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്ന D23 കെവിൻ ഫീജി അണ്ണൻ കുറേ കാര്യങ്ങളുടെ ഇൻ്റർവ്യൂവിനകത്ത് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ 4 സിനിമ പുള്ളിക്കാരൻ ഇപ്പോൾ പറയുന്നത് ഞാൻ പണ്ട് പറഞ്ഞത് ഗ്രൗണ്ടഡ് ആണെന്നൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ മിക്കവാറും ഏത് രീതിയിലുള്ള ഗ്രൗണ്ടഡ് ആണ് എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. കാരണം അത് കുറേ കൂടി ക്രിയേറ്റീവ് കൺട്രോളുള്ള സോണിയുടെ ഭാഗത്താണ്. സോ അവരും കൂടി ചേർന്ന് തീരുമാനിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അണ്ണൻ പറയുന്നത്. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മ്യൂട്ടൻസിനെ നമുക്ക് എപ്പോൾ കാണാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ആൻസർ എന്താണെങ്കിലും കെവിൻ ഫീജി അണ്ണൻ കൊടുത്തില്ല. പുള്ളിക്കാരൻ പറഞ്ഞ മ്യൂട്ടൻസ് ആകെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ റൈറ്റ് നൗ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഡെഡ്പൂൾ ആൻഡ് വോൾവറിനെയാണ് ഞങ്ങൾ കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു 2 ക്യാരക്ടേഴ്സിനെ ഇനി വരാൻ പോണ സിനിമകളിലും അതുകൂടാതെ MCUവിൻ്റെ ടൈം ലൈനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ അവർക്ക് തീർച്ചയായും പ്ലാൻ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് അണ്ണൻ എന്താണെങ്കിലും ഇപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എന്താണെങ്കിലും ഇപ്പോൾ എക്സ്മാനെ പ്രതീക്ഷിക്കേണ്ട, പക്ഷേ ഡെഡ്പൂളിനെയും അതുകൂടാതെ തന്നെ വോൾവറിനെയും നമുക്ക് എന്താണെങ്കിലും പ്രതീക്ഷിക്കാതെ തന്നെയാണ്. പിന്നെ വേറെ ചിലർ ചോദിക്കുന്നുണ്ട് മൈൽസ് മൊറാൽസിനെ എപ്പോൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരേ ഒരു കാര്യം പറഞ്ഞുള്ളൂ, ഇപ്പോൾ സ്പൈഡർമാൻ ഉണ്ട്. സോ സ്പൈഡർമാനിൽ ഫോക്കസ് ചെയ്യും,
പിന്നെ ഇനി മൈൽസ് മൊറാൽസിനെ ആർക്കാണ് കാണേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ് പുള്ളിക്കാരൻ ചോദിച്ചത്. ഇനിയിപ്പോൾ മൈൽസ് മൊറാൽസിനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഗെയിംസ് കളിക്കൂ എന്നുള്ള അഭിപ്രായമാണ് കെവിൻ അണ്ടന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് പുള്ളിക്കാരൻ ഇന്റർവ്യൂവിനകത്ത് ലാസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ലോക്കിയുടെ സീസൺ 3 നമുക്ക് കാണാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇത്രയാണ് നമുക്ക് കെവിൻ അണ്ടന്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കണേ. അവർക്ക് താല്പര്യമുണ്ട്, പക്ഷെ എന്താണെങ്കിലും ഡൂംസ്ഡേക്ക് ശേഷം അവർ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ അവരെന്താണെങ്കിലും അതിനെക്കുറിച്ച് ആലോചിക്കുള്ളൂ. കാരണം ഇപ്പോൾ കറൻ്റ്ലി ഓൾറെഡി ഉള്ള പൈപ്പ് ലൈനിലുള്ള പ്രൊജക്ട്സ് ആണ് അവർക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. സോ അതാണ് കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് എന്താണെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണം. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഈ ആഴ്ചയിലുള്ള അപ്ഡേറ്റ്സും ന്യൂസും, അത് കൂടാതെ തന്നെ റൂമേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇതിനകത്ത് ഏത് ന്യൂസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത്? നിങ്ങൾ വേറെ ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. പിന്നെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് പരിഗണിക്കാവുന്ന തന്നെയാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ചെറിയ കമ്മ്യൂണിറ്റി നമുക്ക് വലുതാക്കി കൊണ്ടുവരാനും സാധിക്കുള്ളൂ. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. Stay safe guys, stay awesome. See you guys next episode.